നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പക്ഷപാതത്തിനെതിരെ മത്സ്യത്തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും. ഇടവിട്ടുള്ള മഴ തുടരുന്നതിനാൽ പകർച്ചപ്പനികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി. മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം തുടരുന്നു. SFI പ്രവർത്തകർ ഡയറക്ടറെയും പ്രിൻസിപ്പലിനെയും പൂട്ടിയിട്ടു. ഒലവക്കോട് റെയിൽവേ ഗേറ്റിൽ ഇന്നു മുതൽ 3 ദിവസം ഗതാഗത നിയന്ത്രണം. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പക്ഷപാതത്തിനെതിരെ മത്സ്യത്തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും DD ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഴിമതി അന്വേഷിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ടതായ ആനുകൂല്യങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നൽകുക, മത്സ്യബന്ധനത്തിന് ഡാമിൽ പോയ തൊഴിലാളികൾക്ക് അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷിക്കാനുള്ള ബോട്ട് സംവിധാനം ഒരുക്കുക, മത്സ്യബന്ധനത്തിന് പോയി പുലർക്കാലം 4 മണിക്ക് കരക്കെത്തുന്ന തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്നതിന് ശൗചാലയങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. 1 വർഷം മുന്നേ മത്സ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. ഈ ഡാമിലെ മത്സ്യമന്ത്രി ഇവിടെ വരികയും ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവാക്കപ്പെടുന്നു. ആ പൈസ ആരുടെയാണ്? ഈ തൊഴിലാളികൾ അധ്വാനിച്ച പണം കൊണ്ട് 1 ലക്ഷത്തോളം രൂപ. അതിന് കൃത്യമായ കണക്ക് ഇവിടുന്ന് ബോധിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തൊഴിലാളികൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണം. ആ തൊഴിലാളികളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള സംവിധാനം ഈ ബോർഡിൽ നിന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ പറയാൻ കാരണം, മലമ്പുഴ ഡാമിന്റെ പൂർണ്ണ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ബോട്ടില്ല. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വർഷം തോറും കൊടുക്കേണ്ട വലകൾ സൗജന്യമായി കൊടുക്കാനുള്ള ഫണ്ട് ഇവിടെയുണ്ട്. ആദ്യം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് വേണ്ട. ഇവിടുത്തെ MLA മലമ്പുഴ ഗാർഡന് മുന്നിലെ മത്സ്യ സ്റ്റാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി കാർ പാർക്ക്, പാമ്പുളർത്തൽ കേന്ദ്രം വഴി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിലെത്തി. തുടർന്ന് നടന്ന ധർണ മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് T. ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. AIFC ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. INTUC നേതാവ് MC സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് ചേറാട്ട്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A. ഷിജു, BMS മേഖലാ സെക്രട്ടറി P. പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചപ്പനികൾക്കെതിരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. ജലദോഷം, ചുമ, വൈറൽ പനി, ഇൻഫ്ലുവൻസ, H1N1, ഡെങ്കിപ്പനി, എലിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവയാണ് കൂടുതലായും കാണുന്നത്. കൃത്യമായ ചികിത്സയിലൂടെയും വിശ്രമത്തിലൂടെയും ഇവയെ പ്രതിരോധിക്കാനാകും. അസുഖമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കാതിരിക്കുന്നതാണ് നല്ലത്. പനിയോ വയറിളക്കമോ ഉള്ളവർ ധാരാളം വെള്ളവും പാനീയങ്ങളും കുടിക്കണം. 3 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന പനിയോ അപായ സൂചനകളോ കണ്ടാൽ എന്തായാലും വിദഗ്ധ ചികിത്സ തേടണം. പനിയോടുകൂടി ശ്വാസതടസ്സം, അമിതമായ നെഞ്ചിരിപ്പ്, നെഞ്ചുവേദന, ബോധമില്ലാതെ സംസാരിക്കുക, ബോധക്ഷയം, കഫത്തിൽ രക്തത്തിന്റെ അംശം, അമിതമായ ക്ഷീണം തുടങ്ങിയ അപായ സൂചനകൾ കണ്ടാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസ്ക്, സാമൂഹിക അകലം, കൈകളുടെ ശുചിത്വം തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളിലൂടെ ഇൻഫ്ലുവൻസ, ജലദോഷം, ചുമ എന്നിവയെ പ്രതിരോധിക്കാനാകും. സ്വയം ചികിത്സ പാടില്ലെന്നും മന്ത്രി അറിയിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ SFI കോളേജ് ഡയറക്ടറെയും പ്രിൻസിപ്പലിനെയും മണിക്കൂറുകളോളം പൂട്ടിയിട്ടു. ഡയറക്ടർ ഡോക്ടർ OK മണി, പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിനയ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പ്രസാദ് എന്നിവരെയാണ് ഡയറക്ടറുടെ ക്യാബിനിൽ പൂട്ടിയിട്ടത്.
SFIയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടത്തിയത്. ചർച്ചയ്ക്ക് കളക്ടർ വിളിച്ചെങ്കിലും വിദ്യാർത്ഥികൾ ആദ്യം വിസമ്മതിച്ചു. പിന്നീട് വിദ്യാർത്ഥി പ്രതിനിധികൾ കളക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും കാര്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചില്ല. ഇതോടെ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൽ സമരം തുടർന്നു. കോളേജ് അധികൃതരെ തുറന്നുവിടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല. ഒടുവിൽ പോലീസ് ബലമായി വാതിൽ തുറന്ന് ഡയറക്ടർ അടക്കമുള്ളവരെ പുറത്തിറക്കുകയായിരുന്നു. ഇതിനിടെ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒലവക്കോട് ഓട്ട് കമ്പനി റെയിൽവേ ഗേറ്റിൽ ഇന്നു മുതൽ 3 ദിവസം ഗതാഗത നിയന്ത്രണം. പാലക്കാട് ജംഗ്ഷൻ, പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ഓട്ട് കമ്പനി റെയിൽവേ ഗേറ്റിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ 15 വരെ ഗേറ്റ് അടച്ചിടും. വാഹനങ്ങൾ ഡബിൾ ക്രോസിൽ നിന്ന് വിക്ടോറിയ കോളേജ് റോഡ് വഴിയോ കൽപ്പാത്തി വടക്കന്തറ റോഡ് വഴിയോ പോകണമെന്ന് അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. കൊങ്ങൻ പടയോടനുബന്ധിച്ച് ചിറ്റൂർ മേഖലയിൽ കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചത് എക്സൈസ് അധികൃതർ മറച്ചുവെച്ചതായി വിജിലൻസ്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ നിന്ന് കളക്ടറുടെ ഉത്തരവ് ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലേക്ക് കൈമാറിയിരുന്നില്ലെന്ന് രണ്ടിടത്തുമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ പ്രദേശങ്ങളിലും പൊൽപ്പുള്ളി നല്ലേപ്പള്ളി പഞ്ചായത്തുകളിലും കൊങ്ങൻ പട ദിവസമായ മാർച്ച് 18-ന് കളക്ടർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഉത്തരവ് മാർച്ച് 6-ന് പുറത്തിറക്കി. എന്നാൽ ഈ ഉത്തരവ് മാർച്ച് 18-ന് വൈകിട്ട് 6-ന് ശേഷം മാത്രമാണ് മദ്യവിൽപ്പനശാലകളിൽ കൊടുത്തിരുന്നതെന്നും ഇതുമൂലം മദ്യവിൽപ്പന നടന്നിരുന്നു എന്നും കണ്ടെത്തി. ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസിൽ നടത്തിയ പരിശോധനയ്ക്കിടെ മറ്റൊരു ക്രമക്കേടും കണ്ടെത്തി. കൊഴിഞ്ഞാമ്പാറ കൺസ്യൂമർ ഫെഡ് വിൽപ്പന കേന്ദ്രത്തിലേക്ക് ഇറക്കുന്ന മദ്യത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തേണ്ട സർട്ടിഫിക്കറ്റ് കടയുടെ ചുമതലക്കാരനായി ജീവനക്കാരൻ സ്വയം രേഖപ്പെടുത്തി സീൽ പതിപ്പിച്ച് പോകുന്നതായും കണ്ടെത്തി. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു. വനവകുപ്പിന്റെ ദ്രുത പ്രതികരണ സംഘത്തിന്റെ വാഹനം കാട്ടാന തകർത്തു. ഞായറാഴ്ച പുലർച്ചെ 4 മണിക്കാണ് സംഭവം. ഗോഞ്ചിയൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു കാട്ടാനയുടെ അപ്രതീക്ഷിത ആക്രമണം. ആന ഇവരുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു. വാഹനം 200 മീറ്ററോളം പിറകോട്ടെടുത്താണ് വനംവകുപ്പ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. വീണ്ടും കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആന പാഞ്ഞുവന്ന് ജീപ്പ് കൊമ്പിൽ കോർത്ത് മറിക്കുകയായിരുന്നു. ദ്രുത പ്രതികരണ സംഘത്തിലെ 8 പേരാണ് ജീപ്പിലുണ്ടായിരുന്നത്. തലനാരിഴക്കാണ് ദ്രുത പ്രതികരണ സംഘത്തിലെ ജീവനക്കാർ രക്ഷപ്പെട്ടത്. പിന്നീട് പടക്കം പൊട്ടിച്ച് കാട്ടാനയെ തുരത്തിയ ശേഷം മറ്റൊരു വാഹനത്തിലാണ് ഇവർ ഓഫീസിലെത്തിയത്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ചിരക്കാട് അംഗനവാടി പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ FB ബഷീർ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ടീച്ചർ B സരള സ്വാഗതം പറഞ്ഞു. ALMC മെമ്പർ ശിവദാസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് അധ്യാപിക മല്ലിക ടീച്ചർ, ആശാ വർക്കർ ശാലിനി, AD ചെയർപേഴ്സൺ ജാസ്മിൻ, ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകി. പായസ വിതരണവും നടന്നു. കുട്ടികൾക്ക് സമ്മാനങ്ങളും നൽകി. കളികളും പാട്ടുമായി പ്രവേശനോത്സവം വർണ്ണാഭമാക്കുകയും ചെയ്തു. പഴുക്കര NSLP ബാലസൗഹൃദമാക്കുന്നു. അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പഴുക്കര NSLP സ്കൂളിൽ നടന്ന അധ്യാപക രക്ഷാകർതൃ യോഗം വിദ്യാലയം ബാലസൗഹൃദമാക്കി മാറ്റാൻ തീരുമാനിച്ചു. വിഷയത്തെക്കുറിച്ച് കില ഫാക്കൽറ്റി VK ശ്രീധരൻ ക്ലാസ് നയിച്ചു. ലോകത്തിൽ 6-ൽ 1 കുട്ടി വീതം തൊഴിലാളികൾ ആണെന്നും ഇത്തരം കുട്ടികളെ കണ്ടെത്തി സ്കൂളുകളിലേക്ക് എത്തിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിഥി തൊഴിലാളികളുടെ കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ ഡോക്ടർ സന്തോഷ് കുമാർ, ഹെഡ് മിസ്ട്രസ് സന്ധ്യ രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് രാജീവ് PV, എക്കോ ക്ലബ്ബ് കൺവീനർ ഷാജി CR എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന PTA തെരഞ്ഞെടുപ്പിൽ PV രാജീവിനെ പ്രസിഡന്റായും ബിന്ദു ബാബുവിനെ MPTA പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. വിദ്യാർത്ഥികളോടുള്ള സമീപനം.
സ്വകാര്യ ബസ്സുകളിൽ RTOയുടെ മിന്നൽ പരിശോധന. സ്വകാര്യ ബസ് ജീവനക്കാരുടെ വിദ്യാർത്ഥികളോടുള്ള സമീപനം, യാത്രാത്തുകയിൽ അനുവദനീയമായ ഇളവ് നൽകുന്നുണ്ടോ, സീറ്റ് നൽകുന്നുണ്ടോ തുടങ്ങിയവ സംബന്ധിച്ച മിന്നൽ പരിശോധന പാലക്കാട് RTO TM ജെൽസന്റെ നേതൃത്വത്തിൽ പാലക്കാട് നഗരപരിധിയിൽ നടന്നു. നല്ല സമീപനം നടത്തുന്ന ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രോത്സാഹന സമ്മാനം നൽകാനും RTO അധികൃതർ തയ്യാറായി. മോശം സമീപനം സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ബസ് ജീവനക്കാർക്ക് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ കർശന താക്കീത് നൽകിയതായി RTO അറിയിച്ചു. ഇടവേള. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂഞ്ചോല GLP സ്കൂളിന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 4 ക്ലാസ് മുറികളുള്ള പുതിയ കെട്ടിടം തുറന്നു നൽകി. ഒടുവിലാണ് നമ്മുടെ ഈ പ്രദേശത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന, യഥാർത്ഥത്തിൽ അങ്ങനെ ആയിപ്പോയതാണ്. ഇതൊരു ഗവൺമെൻറ് LP സ്കൂളാണെങ്കിൽ പോലും ഈ പ്രദേശത്തിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന രക്ഷിതാക്കളുടെ കുട്ടികളാണ് 99% ഇവിടെ പഠിക്കുന്നു. ദീർഘനാളുകളായി ഈ സ്കൂളിൻ്റെ പ്രവർത്തനവും ഈ പിന്നോക്കം മേഖലയിൽ നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ മനോഹരമായ ഒരു കെട്ടിടം അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് വലിയ കഠിന പ്രയത്നമാണ്. ഇതിനകം തന്നെ നമ്മൾ ഏറ്റെടുത്തതെന്ന് വൈകാരികമായി ഓരോരുത്തരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഭൗതിക സൗകര്യങ്ങളിലെ പരിമിതികളാൽ പ്രയാസപ്പെട്ടിരുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പൂഞ്ചോല പാങ്ങോട് ഗവൺമെന്റ് LP സ്കൂളിന് വേണ്ടി കോങ്ങാട് MLAയുടെ 2018-19, 2020-21 വർഷത്തിലെ ആസ്തി വികസന ഫണ്ടിൽ 70 ലക്ഷം രൂപയും 2023-24 വർഷത്തിലെ ST കോർപ്പസ് ഫണ്ടിലെ 25 ലക്ഷം രൂപയും ഉപയോഗിച്ച് നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 4 ക്ലാസ് മുറികളുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി നിർവഹിച്ചു. 99% പട്ടികവർഗ വിഭാഗക്കാരുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ LP സ്കൂളാണ് പൂഞ്ചോല GLP സ്കൂൾ എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കെന്ന പോലെ പൂഞ്ചോല GLP സ്കൂളിനും മനോഹരമായ കെട്ടിടം നിർമ്മിക്കുക എന്നത് ഏറെ കാലത്തെ കഠിന പ്രയത്നമാണെന്നും അവ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും ശാന്തകുമാരി പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ചേപ്പോടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്റർ, ഷിബി കുര്യൻ, മിനിമോൾ ജോൺ, AUC അബൂബക്കർ, BPCK മുഹമ്മദ് അലി, വിനോദിനി, പ്രകാശ് കീന്തനാനിക്കൽ, P മുഹമ്മദ് അലി, P ജയരാജൻ, അബ്ദുൾ അസീസ്, ഹെഡ്മാസ്റ്റർ അബ്ദുൾ ജലീൽ എന്നിവരും പങ്കെടുത്തു. മണർക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും യാത്രക്കാരന് കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉടമയ്ക്ക് കൈമാറി. കാരാകുറിശി വാഴമ്പുറം സ്വദേശിനിയുടെ 1.25 പവൻ തൂക്കം വരുന്ന പാദസരമായിരുന്നു കഴിഞ്ഞ ദിവസം നഷ്ടമായത്. യാത്രക്കാരന് ലഭിച്ച ആഭരണം ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹോം ഗാർഡിനെ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലും സൂക്ഷിച്ചു. ആഭരണം നഷ്ടപ്പെട്ടയാളുടെ വേദന എത്രമാത്രമുണ്ടെന്ന് അറിയുന്ന പോലീസുകാർ ഉടനെ പത്രമാധ്യമ പ്രവർത്തകരുടെയും മണ്ണാർക്കാട്ടെ ആംബുലൻസ് ഗ്രൂപ്പുകളിലും ഒരു സ്വർണ്ണാഭരണം കളഞ്ഞുകിട്ടിയ അറിയിപ്പ് നൽകുകയായിരുന്നു. തുടർന്ന് ആഭരണം നഷ്ടപ്പെട്ട 2 പേർ ഇന്നലെ സ്റ്റേഷനിലെത്തി. ഇതിൽ ഇരു കൂട്ടരുടെയും പാദസരത്തിന്റെ ജോഡികൾ പരിശോധിച്ച ശേഷം യഥാർത്ഥ ഉടമയ്ക്ക് ആഭരണം കൈമാറുകയായിരുന്നു. അതേസമയം ആഭരണം ഏൽപ്പിച്ച വ്യക്തിയുടെ പേരും വിലാസവും കുറിച്ചുവെക്കാൻ ഡ്യൂട്ടി തിരക്കിനിടയിൽ ഹോം ഗാർഡും വിട്ടുപോയിരുന്നു. ഇദ്ദേഹം നേരിട്ട് സ്റ്റേഷനിലെത്തിയാൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നതായും പോലീസ് അറിയിച്ചു.
കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഏൽപ്പിച്ച് സമൂഹത്തിൽ മാതൃകാ സന്ദേശം നൽകിയ വ്യക്തിക്ക് മണ്ണാർക്കാട് പോലീസിന്റെ ഹൃദയത്തിൽ തൊട്ട സ്നേഹാഭിനന്ദനങ്ങളും അറിയിച്ചു. പാലക്കാട് നഗരത്തിൽ വാഹനയാത്രക്കാരുടെ ജീവന് വരെ ഭീഷണിയാകുന്ന വിധത്തിൽ പൊതുനിരത്തുകളിലേക്ക് അഴിച്ചുവിടുന്ന കന്നുകാലികളെ നഗരസഭ പിടിച്ചുകെട്ടി തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 7 കന്നുകാലികളെ പിടിച്ചുകെട്ടി. ഇതിൽ 2 എണ്ണത്തെ ഉടമസ്ഥർ എത്തി 5000 രൂപ വീതം പിഴ അടച്ച് തിരിച്ചു കൊണ്ടുപോയി. വീണ്ടും അഴിച്ചുവിട്ടാൽ നടപടി കടുപ്പിക്കും. 5 കന്നുകാലികൾ നഗരസഭയുടെ പരിപാലനത്തിലാണ്. ഉടമസ്ഥർ എത്തിയാൽ പിഴ അടച്ച് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി ലേല നടപടികളിലേക്ക് കടക്കും. നഗരത്തിൽ വ്യാപകമായി കന്നുകാലികളെ അഴിച്ചുവിട്ടു തുടങ്ങിയതോടെയാണ് നഗരസഭ വീണ്ടും നടപടി തുടങ്ങിയത്. നിർമ്മാണം സ്തംഭിച്ചു കിടക്കുന്ന ടൗൺ ഹാളിന്റെ മുറ്റത്തോട് ചേർന്നാണ് കാലികളെ കെട്ടിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് അറിയിച്ചു. ഓരോ വാർഡിലും കന്നുകാലികളെ വളർത്തുന്നവരുടെ പട്ടിക നഗരസഭയുടെ കൈവശമുണ്ട്. ഇവർക്കെല്ലാം മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാലികളെ അഴിച്ചുവിടുന്നവരുടെ പട്ടികയും നഗരസഭ എടുത്തിട്ടുണ്ട്. പലരും ടാഗ് ഊരിയെടുത്തും മറ്റും കാലികളെ അഴിച്ചുവിടുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. കന്നുകാലികളെ അഴിച്ചുവിടുന്നതിനെതിരെ മുമ്പ് നഗരസഭ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും അന്ന് ചിലരുടെ എതിർപ്പ് ശക്തമായതോടെ പിന്തിരിയുകയായിരുന്നു. ഇനി അത്തരം നടപടികളും അനുവദിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് അധികൃതർ. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ പാതയിൽ. കാത്തിരിപ്പിനൊടുവിൽ മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വികസനത്തിന്റെ ചൂളം വിളി. കാൽനട മേൽപ്പാലത്തിന്റെ നിർമ്മാണവും 1-ാം നമ്പർ പ്ലാറ്റ്ഫോം വിപുലീകരണവുമാണ് പുരോഗമിക്കുന്നത്. ഒറ്റപ്പാലം ഷൊർണൂർ സ്റ്റേഷനുകൾക്കിടയിലെ മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വർഷങ്ങൾക്ക് ശേഷമാണ് വികസന പദ്ധതികൾ നടപ്പാക്കുന്നത്. ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി. 2 പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ഇതുവരെ റെയിൽവേ ട്രാക്ക് ശ്രമകരമായി കുറുകെ കടന്നാണ് മറുവശത്ത് എത്തിയിരുന്നത്. റെയിൽവേ ഡിവിഷനിൽ മാന്നന്നൂർ ഉൾപ്പെടെ 3 സ്റ്റേഷനുകളിലാണ് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം. 3ഇടത്തേക്കുമായി 85 ലക്ഷം രൂപയാണ് ചെലവ്. ഉയരവും വീതിയും കുറഞ്ഞ നിലയിലായിരുന്ന 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് വിപുലീകരിച്ച് യാത്രക്കാർക്ക് സഹായകമായ നിലയിലേക്ക് വികസിപ്പിക്കുന്നത്. നേരത്തെ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ട്രെയിൻ കയറാനും ഇറങ്ങാനും നേരിട്ടിരുന്ന പ്രയാസമാണ് പ്ലാറ്റ്ഫോം വിപുലീകരണത്തോടെ പരിഹരിക്കപ്പെടുന്നത്. മാന്നന്നൂർ ഉൾപ്പെടെ ഡിവിഷനിൽ 8 സ്റ്റേഷനുകളിലായി 45 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്ലാറ്റ്ഫോം വിപുലീകരണം. മാന്നന്നൂരിൽ ജീവനക്കാരുടെ പഴയ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കിയാണ് പ്ലാറ്റ്ഫോം വീതി കൂട്ടുന്നത്. പാസഞ്ചർ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള സ്റ്റേഷനാണ് മാന്നന്നൂർ. വടക്കഞ്ചേരി മണ്ണുത്തി 6-വരി പാതയിലെ കുതിരാൻ ഇടത് തുരങ്കത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും സുരക്ഷാ പരിശോധന നടക്കാത്തത് തുരങ്കം ഗതാഗതത്തിനായി തുറന്നില്ല. പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകാൻ ഉതകുന്ന തുരങ്കപാതയാണ് തുറക്കാനുള്ളത്. നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ തുറക്കുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചിരുന്നത്. ഉൾവശം കോൺക്രീറ്റ് ചെയ്യുന്നതിനാണ് തുരങ്കം അടച്ചത്. ജോലികൾ നടക്കുന്ന ഘട്ടത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തിയിരുന്നുവെങ്കിലും പണി പൂർത്തിയായ ശേഷം പരിശോധന നടത്തിയിട്ടില്ല. റീജിയണൽ മാനേജറുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുമെന്ന് ദേശീയപാത അതോറിറ്റി പറഞ്ഞു. കോൺക്രീറ്റ് ചെയ്യുന്നതിനായി അഴിച്ചുമാറ്റിയ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചെങ്കിലും അഗ്നിരക്ഷാ സേനയുടെ പരിശോധനയും നടക്കേണ്ടതുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി തുരങ്കം ഗതാഗതത്തിനായി തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിലൂടെ കാരപ്പാറയിലേക്ക് ഒഴുകുന്ന 100 അടി പുഴ വൃത്തിയാക്കുന്നതിന് തുക വകയിരുത്തിയെങ്കിലും ചെലവഴിക്കാൻ കഴിയാതെ അധികൃതർ.
മുൻവർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ പുഴയിലേക്ക് മണ്ണിടിഞ്ഞും വൻമരങ്ങൾ കടപുഴകി വീണും പുഴയുടെ ഒഴുക്ക് മിക്ക ഭാഗങ്ങളിലും തടസ്സപ്പെട്ട നിലയിലാണ്. ശക്തമായ മഴ പെയ്താൽ 100 അടി ഭാഗത്ത് വീടുകളിലും കടകളിലും ദിവസങ്ങളോളം വെള്ളം കയറുന്നത് പതിവായി. ഇതേ തുടർന്നാണ് പുഴ ശുചീകരിക്കുന്നതിന് റൂം ഫോർ റിവർ പദ്ധതിയിൽ 30 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കാനായി തീരുമാനിച്ചത്. ചെറുകിട ജലസേചന വിഭാഗത്തിന് പഞ്ചായത്ത് തുക കൈമാറുകയും ചെയ്തു. മഴക്കാലത്തിന് മുമ്പ് നടപ്പാക്കാൻ പറ്റാത്ത പണി ഇനി കരാർ ഏറ്റെടുത്തയാൾ ഈ തുകയ്ക്ക് നടത്തുമോ എന്നതും പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം പ്രവർത്തിക്കേണ്ടി വരുമോ എന്നും പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചു. പുഴ വനമേഖലയിലായതിനാൽ വനംവകുപ്പിന്റെ അനുമതി തേടിയിരുന്നു. യന്ത്രസാമഗ്രികൾ പുഴയിലിറക്കി തഹസിൽദാരുടെ മേൽനോട്ടത്തിൽ ശുചീകരിക്കുന്നതിനാണ് ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പുഴ ശുചീകരിക്കുന്നതിന് പിന്നീട് വനംവകുപ്പ് അനുമതി നൽകി. എന്നാൽ പുഴയിൽ നിന്ന് മണ്ണ് നീക്കുന്നതിന് യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചതോടെയാണ് മഴക്കാലത്തിന് മുമ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതായത്. തുടർച്ചയായി പുഴ കരകവിഞ്ഞൊഴുകിയത് മൂലം 100 അടി ഭാഗത്തെ വീട്ടുകാരെ പഞ്ചായത്ത് അധികൃതരും മാറ്റി താമസിപ്പിക്കുന്നത് ഒഴിവാക്കാനായാണ് 100 അടി പുഴയിലെ തടസ്സം നീക്കാൻ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരുടെ ശുപാർശ പ്രകാരം പദ്ധതി തയ്യാറാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പക്ഷപാതത്തിനെതിരെ മത്സ്യത്തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും. ഇടവിട്ടുള്ള മഴ തുടരുന്നതിനാൽ പകർച്ചപ്പനികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി. മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം തുടരുന്നു. SFI പ്രവർത്തകർ ഡയറക്ടറെയും പ്രിൻസിപ്പലിനെയും പൂട്ടിയിട്ടു. ഒലവക്കോട് റെയിൽവേ ഗേറ്റിൽ ഇന്നു മുതൽ 3 ദിവസം ഗതാഗത നിയന്ത്രണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.